മഹാഭാരതത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരിക്കും ഗന്ധർവന്മാരുമായിട്ടുള്ള പോരാട്ടം. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും പാണ്ഡവന്മാരും അല്ലെങ്കിൽ കൗരവന്മാരിലെ ചില യോദ്ധാക്കളും എന്നതിലുപരി ഇവർ രണ്ടു കൂട്ടരും വേണ്ടി വന്നാൽ പ്രതിയോഗികൾക്ക് നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്ന യോദ്ധാക്കളാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇവിടെ കൗരവരും പാണ്ഡവരും പോരാടുന്നത് അമാനുഷികരായിട്ടുള്ള ഗന്ധർവന്മാരുമായിട്ടാണ്. അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആ ഒരു കഥ. അപ്പോൾ ഇന്ന് നമുക്ക് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ആ ഗന്ധർവന്മാരുമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രതിമാസം 2000 രൂപ പോലൊരു തുക നിങ്ങൾക്ക് ഭാവിയിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം ബജാജ് അലയൻസ് ലൈഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ പുതിയ NFO ആയിട്ടുള്ള നിഫ്റ്റി 200 മൊമെൻറ്റം 30 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മാസം 16 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു NFOയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ബജാജ് അലയൻസ് ലൈഫ് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികൾ ഉൾപ്പെടുന്ന 200 കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച 30 കമ്പനികളിലാണ്, അതും ഒരു ഫണ്ട് മാനേജർ ഇല്ലാതെ. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള തെറ്റുകൾ, പക്ഷാഭേദം ഒന്നും വരില്ല. ഈ ഇൻഡെക്സിൻ്റെ മുൻകാല റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് 29.7%, 23.3% റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. ബജാജ് അലയൻസ് ലൈഫ് ഈ സെയിം ഇൻഡെക്സ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ NFOയും ഭാവിയിൽ സിമിലർ റിട്ടേൺസ് തന്നെ തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2014 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് 8.1 ലക്ഷം രൂപയായേനെ. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. അതുപോലെ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറും ഉണ്ടാകുന്നതാണ്. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രതിമാസം 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് ശേഷം 2 കോടി വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യത കമ്പനി പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസംബർ 16 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് മഹാഭാരതത്തിലെ ആ ഒരു ഗന്ധർവന്മാരുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. പാവപ്പെട്ട കുറച്ച് പേരെ ഉപദ്രവിച്ചിട്ട് അവർക്ക് മോശക്കാലം വരുമ്പോഴത്തേക്കും അതുപോയി കണ്ടും കൂടെ ആസ്വദിക്കാൻ നിൽക്കുന്ന ആളുകളെ എന്താ ചെയ്യണ്ടേ? ഇതുപോലത്തെ ഒരു പരിപാടിയാണ് കൗരവന്മാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം പാണ്ഡവർ വനവാസത്തിൽ നിൽക്കുന്ന സമയം, അപ്പോൾ രാജകൊട്ടാരത്തിൽ താമസിച്ച ആളുകൾ കാട്ടിൽ പോയി താമസിക്കുമ്പോൾ ഊഹിക്കാമല്ലോ, ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അവിടുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് പറയുമ്പോൾ എന്താണ്, പട്ടുമെത്തയിലും മറ്റുമല്ലേ കിടന്ന് ശീലിച്ചത്. ഇപ്പോൾ തറയിലും പുല്ല് വിരിച്ച സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കണമെന്ന് നമ്മുടെ ദുര്യോധനനും ടീംസിനും ഒക്കെ ഒന്ന് തോന്നുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ധൃതരാഷ്ട്രർക്ക് ഭയങ്കര വിഷമം, ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുകയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് അർജുനൻ സ്വർഗത്തിൽ പോയിട്ട് ദിവ്യാസ്ത്രങ്ങളെല്ലാം എല്ലാവരിൽ നിന്നും നേടി, ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളും എല്ലാം നേടി, ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാനായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം നേടിയിട്ട് തിരിച്ചു ഭൂമിയിലേക്ക് വന്നത്. ഇത് ധൃതരാഷ്ട്രയെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ചു. കാരണം എന്താണ്, സ്വർഗത്തിൽ പോയിട്ടുള്ളൊരു മനുഷ്യൻ തിരിച്ചു ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ധൃതരാഷ്ട്രക്ക് ഉറപ്പായിരുന്നു തൻ്റെ മക്കളെ ഒന്നിനെ വിടാതെ എല്ലാത്തിനെയും പഞ്ഞിക്കിടാനായിട്ട് തന്നെയായിരുന്നു ആ ഉദ്ദേശമെന്ന്. എന്തിന് അന്ന് ആ ചോദ്യസഭയിൽ അതെല്ലാം ചെയ്തു? എൻ്റെ മക്കൾ ആരും തന്നെ അവർ 4 പേരുടെ തപോബലത്തിൻ്റെ അടുത്തൊന്നും എത്തത്തില്ല. അവരിപ്പോൾ തപസ്സും കാര്യങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്ത് അവരുടെ തപോബലവും യോഗിക് പവറും എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കെയാണ്. അവരജയ്യരാണ്, മനുഷ്യർക്കിടയിലുള്ള വ്യാഘ്രന്മാരാണെന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ശകുനി കേട്ടിട്ട് നേരെ ചെന്ന് ദുര്യോധനനോട് പറഞ്ഞു. തൻ്റെ അച്ഛൻ തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, തൻ്റെ ശത്രുക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് കേട്ട ദുര്യോധനന് അവിടെ വളരെ വിഷമവും ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് കണ്ട ദുര്യോധനനെ കർണൻ സമാധാനിപ്പിക്കുകയാണ്. രാജാവേ, അങ്ങിപ്പോൾ ദുര്യോധന സുഹൃത്തെ, അങ്ങിപ്പോൾ രാജാവാണ്, അങ്ങേക്കിപ്പോൾ രാജ്യമുണ്ട്, അവരുടെ നിന്നെല്ലാം പിടിച്ചെടുത്ത് അങ്ങിപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും അവർക്ക് മുകളിൽ തന്നെയാണ് അങ്ങ്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ സന്തോഷത്തിനായിട്ട് നമുക്ക് അവർ താമസിക്കുന്ന കാട്ടിൽ പോയിട്ട് അവരുടെ ആ ഒരു ദുരവസ്ഥയൊക്കെ ഒന്ന് കാണാം. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഒരു മോശം കാലഘട്ടത്തിൽ കാട്ടിൽ ജീവിക്കുന്ന അവരുടെ മുന്നിൽ അങ്ങ് ചെന്നിട്ട് അങ്ങയുടെ ഈ ഒരു രാജാവിൻ്റെ പദവിയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതവും അങ്ങയുടെ കൂടെയുള്ള ബന്ധുജനങ്ങളുടെ പവറും എല്ലാം കാണിക്കുമ്പോഴത്തേക്കും അവരുടെ മനസ്സ് വിഷമിക്കും.
അത് രാജാവിന് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ പറയുക, നിനക്കിപ്പോൾ ഉണ്ടായ വിഷമം അവരുടെ മുമ്പ് ചെന്ന് ഷോ കാണിച്ചാൽ നിനക്ക് തീരും എന്നുള്ള രീതിയിൽ കർണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശകുനിയും ശരിവെക്കുകയാണ്. അപ്പോൾ കർണൻ തൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ശകുനി അതിനെ ശരിവെക്കുകയും ചെയ്തു. പക്ഷേ ദുര്യോധനൻ അറിയായിരുന്നു ഒരു കാരണവശാലും ധൃതരാഷ്ട്രരും ഭീഷ്മരും അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കാരണം ഇവരെന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ മനസ്സിലാവുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ പറഞ്ഞു, സംഭവം നല്ല ഐഡിയ ഒക്കെയാണ്, പക്ഷേ അച്ഛൻ്റെ നിന്നും പിതാമഹൻ്റെ നിന്നും സമ്മതം വാങ്ങാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണം. ബുദ്ധിമാനായ കർണൻ അവിടെ ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവർ ഈ താമസിക്കുന്ന കാട്ടിൽ തന്നെ ഹസ്തിനപുരത്തിന് കീഴിൽ വരുന്ന ഒരുപാട് ഗോശാലകളുണ്ട്. ഈ ഗോശാലകളിലെ പശുക്കളുടെ എണ്ണം ചിട്ടപ്പെടുത്തുക, അവയിൽ ആരോഗ്യമുള്ളത് ഏത്, സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടത് ഏത് എന്നെല്ലാം ചിട്ടപ്പെടുത്തേണ്ടതെല്ലാം രാജാവിൻ്റെ ഉത്തരവാദിത്വമല്ലേ. നമുക്ക് ആ പേരും പറഞ്ഞ് അങ്ങോട്ട് പോവാം. പിന്നത് മാത്രമല്ല, രാജകുമാരനും രാജാക്കന്മാർക്കും എല്ലാം നായാട്ടിന് പോകുന്നൊരു ശീലമുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ആ കാട്ടിൽ പോകുന്നു എന്ന വ്യാജേനെ സംസാരിക്കാം. ഇത് പറഞ്ഞാൽ അങ്ങയുടെ പിതാവ് എന്തായാലും അനുമതി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. അങ്ങനെ അടുത്ത ദിവസം കർണനും ദുര്യോധനനും ദുശാസനനും ശകുനിയും എല്ലാവരും കൂടെ ചെന്ന് ഈ കാര്യം അച്ഛനായ ധൃതരാഷ്ട്രരോടും പിതാമഹനായ ഭീഷ്മരോടും പറയുകയാണ്. കേട്ടുടനെ തന്നെ ധൃതരാഷ്ട്രർക്ക് കാര്യം മനസ്സിലായി, സ്വന്തം മകൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങോട്ട് പോയാൽ എന്താ, അങ്ങോട്ട് ചെന്ന് പണി മേടിച്ച് കെട്ടുന്നത് ശരിയല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരുത്തൻ്റെ നിന്ന് ചൂത് കളിച്ചെല്ലാം പിടിച്ച് മേടിച്ചതും പോരാഞ്ഞിട്ട് കഷ്ടകാലം അനുഭവിക്കുന്നവൻ്റെ മുമ്പ് ചെന്ന് ഷോ കാണിച്ചു എന്നൊരു ചീത്തപ്പേര് തൻ്റെ മക്കൾക്ക് വരാതിരിക്കാനായിട്ട് ധൃതരാഷ്ട്രർ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശകുനി എന്താ പറയുക, അദ്ദേഹം നല്ലതുപോലെ അങ്ങോട്ട് കൺവിൻസ് ചെയ്തെടുത്തു. എന്താ പറയുക, യുധിഷ്ഠിരൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ധർമാത്മാവാണ്. കാട്ടിൽ കഴിയുമെന്ന് പറഞ്ഞാൽ കാട്ടിൽ തന്നെ കഴിയും. നമ്മളവിടെ പോയാലും നമ്മളോട് പോരാടത്തൊന്നുമില്ല. നമ്മളത് മാത്രമല്ല അവിടെ പോയി അവരെ ഉപദ്രവിക്കത്തൊന്നുമില്ല. നമ്മൾ ശാന്തമായിട്ട് അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് ശകുനി ഇദ്ദേഹത്തെ ധൃതരാഷ്ട്രരെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ധൃതരാഷ്ട്രരുടെ നിന്നും ഭീഷ്മരുടെ നിന്നും പെർമിഷൻ കിട്ടി. ഒരു ഘോഷയാത്ര കണക്ക് ഇവരങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ദുര്യോധനൻ തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചു. അതുപോലെ തന്നെ ദുര്യോധനൻ്റെ സഹോദരങ്ങളും നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ചു. വലിയ സൈന്യവും സന്നാഹങ്ങളും തങ്ങളുടെ പത്നിമാരെ ഏറ്റവും നല്ല രീതിക്ക് ഒരുക്കുകയും നർത്തകിമാർ, സംഗീതജ്ഞർ, എന്താ പറയുക, രാജാവിന് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണമല്ലോ കാട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് ഇവർ കാട്ടിലേക്ക് പോയത്. പോകുന്നത് കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് ഗോശാലയിൽ പോയി എണ്ണം തിട്ടപ്പെടുത്താനൊന്നുമല്ല, ഷോ കാണിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള സൈന്യമൊക്കെ ആയിട്ട് ഇവരെല്ലാവരും കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ പോയി നല്ലൊരു സ്ഥലത്ത് ഇവർ തമ്പടിച്ചു. എന്നിട്ട് ചെന്ന് ഈ ഒരു ഗോശാലയിലുള്ള പശുക്കളുടെയൊക്കെ കണക്കും കാര്യങ്ങളും എല്ലാം എടുത്തു. നായാട്ടിനെല്ലാം പോയി. ഇതേ സമയത്ത് ഈ കാട്ടിൻ്റെ ഒരു ഭാഗത്തായിരുന്നു യുധിഷ്ഠിരനും സഹോദരങ്ങളും പാഞ്ചാലിയും എല്ലാം താമസിച്ചിരുന്നത്. യുധിഷ്ഠിരൻ ആ സമയത്ത് ആ ദിവസം തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു യാഗമുണ്ടായിരുന്നു. ആ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇദ്ദേഹം നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു യാഗമെല്ലാം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നദിയുടെ തീരത്തായിട്ട് അവിടെ ക്രീഡ, അതായത് ഗെയിംസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഇദ്ദേഹം ദുര്യോധനൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ്റെ ഓർഡർ കേട്ട കിങ്കരന്മാരെല്ലാവരും കൂടെ അവിടെ ചെന്നിട്ട് സന്നാഹങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്താണ് അവിടെ അമാനുഷികരായിട്ടുള്ള ചില ആളുകളുടെ പ്രസൻസ് തിരിച്ചറിയുന്നത്. ആരാണ്? ഗന്ധർവന്മാരും ദേവകുമാരന്മാരും അപ്സരസുകളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇവർ കുബേരൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കുളിച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് നിന്നതാണ് ഈ കാട്ടിൽ. അങ്ങനെ ഈ ഗന്ധർവന്മാർ പറഞ്ഞു, ഇതിനപ്പുറം കടക്കാൻ പാടില്ല. ഗന്ധർവന്മാരായിട്ടുള്ള രാജാവായ ചിത്രസേനൻ്റെ കൽപ്പനയാണ്, ഇതിൻ്റെ അപ്പുറം ആരെങ്കിലും കടന്നാൽ കടക്കുന്നവൻ 8ൻ്റെ പണി മേടിക്കും എന്നുള്ള രീതിക്ക് ഒരു താക്കീത് കൊടുത്തു. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ കിങ്കരന്മാർക്ക് സഹിച്ചില്ല. കിങ്കരന്മാർ ഇത് നേരെ ചെന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് പറയുകയാണ്, രാജാവെ, ഇങ്ങനെ ഗന്ധർവന്മാരൊരു ഉത്തരവ് നമുക്ക് ഇട്ടേക്കുകയാണ്, നമ്മുടെ അടുത്ത് പോവരുതെന്നും പറഞ്ഞു. അപ്പോൾ കിങ്കരന്മാർ വന്ന് പറയാണ്, ഗന്ധർവന്മാർ ദുര്യോധനൻ കൊടുത്ത ആജ്ഞ അതിനെ ഇങ്ങനെ തിരസ്കരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും പണ്ടേ അഹങ്കാരത്തിനൊട്ടും കുറവില്ല, അതിൻ്റെ കൂട്ടത്തിൽ കഷ്ടകാലവും കൂടെ ആയതുകൊണ്ടായിരിക്കണം, ഇവർക്ക് സഹിച്ചില്ല. പുള്ളിക്കാരൻ പറയാണ്, അവരുടെ അടുത്ത് മര്യാദയ്ക്ക് പറയും, അവിടെ നിന്ന് മാറും, ദുര്യോധനൻ്റെ ആജ്ഞയാണ് അവിടെ നിന്ന് മാറും, ഇല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കും എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗന്ധർവന്മാരുടെ അടുത്ത് ഈ കിങ്കരന്മാർ, അതായത് ദുര്യോധനൻ്റെ അനുയായികൾ അതുപോലെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗന്ധർവന്മാർ ഉറക്കെ ചിരിച്ച്. ദേവന്മാരോടും ഗന്ധർവന്മാരോടുമാണ് മനുഷ്യനായിട്ടുള്ള ഈ രാജാവ് ഇങ്ങനെ കൽപ്പിക്കുന്നത്, ഇവനൊരു മണ്ടൻ തന്നെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്.
അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും സഹിച്ചില്ല. അപ്പം ഈ ഒരു കാര്യം ഇതേപോലെ ചെന്ന് ദുര്യോധനനോട് പറഞ്ഞപ്പോഴത്തേക്കും ദുര്യോധനൻ പറഞ്ഞ് അതിന് വെച്ച് താമസിപ്പിക്കേണ്ട, അവരുമായിട്ട് യുദ്ധം ചെയ്യാം. അങ്ങനെ ഒരു ഗംഭീര യുദ്ധം തുടങ്ങിയാണ്, പോരാട്ടം. ഗന്ധർവന്മാരും കൗരവന്മാരുടെ വലിയ സൈന്യവുമായിട്ടുള്ള പോരാട്ടം. ഇതിൽ കൗരവന്മാർ ഗന്ധർവന്മാരെ നല്ലതുപോലെ എതിരിടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗന്ധർവന്മാരെ കൗരവന്മാരുടെ സൈന്യത്തിലുള്ള പല വീരയോദ്ധാക്കളും കൊന്നു തള്ളുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആൾക്ക് 30 എന്നുള്ള കണക്കിലൊക്കെ ഗന്ധർവന്മാർ ഈ ഒരു സൈന്യത്തിനെ ഇങ്ങോട്ട് ആക്രമിച്ചു തുടങ്ങി. ഇത് ആക്രമിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഗന്ധർവന്മാരുടെ സർവ്വായുധങ്ങളും എടുത്തുള്ള ഈ തള്ളിക്കയറ്റം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും കൗരവ സൈന്യം ചിന്നിച്ചിതറി ഓടുന്നത് ഗന്ധർവന്മാർക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ചിന്നിച്ചിതറി ഓടുന്ന കൗരവ സൈന്യത്തിൽ ഒരു തേരിൽ തിളങ്ങുന്ന പടച്ചട്ട ധരിച്ചിട്ടുള്ള ഒരാൾ, ഒരു സൂര്യ തേജസ് അവിടെ നിൽക്കുന്നത് പോലെ ഒരു സംശയം. ആരാണ് അയാൾ? ഒട്ടും ഭയക്കാതെ ഒരു പർവ്വതത്തെ പോലെ അനങ്ങാതെ അയാൾ തൻ്റെ വില്ലും ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ശക്തനായിട്ടുള്ള ആ യോദ്ധാവ് മറ്റാരുമല്ല, വൈകർത്തനൻ, കർണൻ തന്നെയാണ്. കർണൻ അങ്ങനെ ശരവർഷം കൊണ്ട് ഗന്ധർവന്മാരുടെ തള്ളിക്കയറ്റത്തിനെ എതിർക്കുകയാണ്. ഗന്ധർവന്മാരുടെ തള്ളിക്കയറ്റത്തിനെ നല്ലപോലെ പ്രതിരോധിക്കുന്നു എന്ന് മാത്രമല്ല, കുറേ എണ്ണത്തിനെ കർണൻ കൊന്നു തള്ളുന്നു. ഓരോ ടൈപ്പ് അസ്ത്രങ്ങൾ മാറി മാറി പ്രയോഗിച്ചുകൊണ്ട്, ഉളിയമ്പുകൾ, കത്തിയമ്പുകൾ, അങ്ങനെ മാറി മാറി പല ടൈപ്പിനുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ക്ഷണനേരം കൊണ്ട് ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവ രാജാവിൻ്റെ സൈന്യത്തിനെ കർണൻ കിടിലം കൊള്ളിച്ചു. കർണൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കും ബാക്കി നിന്ന ദുര്യോധനനും ദുശാസനനും ശകുനിക്കും അങ്ങോട്ടൊക്കെ സ്പിരിറ്റ് കയറി കർണനെ മുൻനിർത്തി അങ്ങോട്ട് നല്ല പോരാട്ടം തുടങ്ങിയാണ്. ഗന്ധർവന്മാരെ നല്ലതുപോലെ ഇട്ട് കർണനും മറ്റ് കൗരവന്മാരും കൂടെ അങ്ങോട്ടിട്ട് കഷ്ടപ്പെടുത്തി. വൈകർത്തനൻ കർണൻ്റെ ഈ ഒരു പ്രയോഗത്തിന് മുന്നിൽ ഗന്ധർവന്മാർ അന്തം വിട്ടുപോയെന്നാണ് പറയുന്നത്. ആ രീതിക്ക് കർണൻ അവരെ നല്ലതുപോലെ പ്രഹരിച്ചു. അങ്ങനെ ഇത് കണ്ട ചിത്രസേനൻ എന്ന ഗന്ധർവ രാജാവിന് സഹിച്ചില്ല. അദ്ദേഹം വീണ്ടും ദേഷ്യത്തിൽ തൻ്റെ ഗദയും ആയുധങ്ങളും എടുത്ത് മുന്നോട്ട് എരച്ചു കയറി വന്നു. അവിടെ അപ്പോഴും ഒരു പർവ്വതത്തെ പോലെ വൈകർത്തനായ കർണൻ നിൽക്കുന്നത് കണ്ടു. ഇദ്ദേഹത്തിന് ദേഷ്യം കൂടെയാണ്. ഇദ്ദേഹം സ്വയം തൻ്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തിട്ട് കൗരവന്മാരുമായിട്ട് അങ്ങോട്ട് മായാപ്രയോഗങ്ങളും മായാസ്ത്ര പ്രയോഗങ്ങളും ഒക്കെ തുടങ്ങി. ഈ പ്രയോഗങ്ങളുടെ മുന്നിൽ കൗരവന്മാരുടെ സൈന്യം അങ്ങോട്ട് ചിന്നിച്ചിതറി കുറേ എണ്ണം ജീവനും കൊണ്ടോടി. കൗരവന്മാരുടെ സൈന്യം കുറേ എണ്ണം ജീവനും കൊണ്ടോടി. ഇവിടെ ദുര്യോധനനും ശകുനിയും ദുശാസനനും ഒക്കെ മുറിവേറ്റ് നിന്നുവെങ്കിൽ പോലും പുറക്കോട്ട് പോയില്ല. അവർ നിന്ന് പോരാടി. ശകുനിയും ദുശാസനനും ഒക്കെ കുറച്ച് പുറക്കോട്ട് പോയെങ്കിലും ദുര്യോധനൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തു. കർണനും അതെ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഓക്കെ, കർണനാണ് ഇവരുടെ ഒരു പവർ ഹൗസ് എന്ന് പറയുന്നത്, കൗരവന്മാരുടെ പവർ ഹൗസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗന്ധർവന്മാർ എന്തോ ചെയ്തു, കർണനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്രമണം തുടങ്ങി. ഒരുപാട് പേര് കർണൻ്റെ രഥചക്രങ്ങളെയും കർണൻ്റെ ആയുധങ്ങളെയും കർണൻ്റെ രഥത്തെയും കർണൻ്റെ സാരഥിയെയും കർണൻ്റെ കൊടിയെയും എല്ലാം പല വാക്ക് നിന്ന് ഒരുമിച്ച് ആക്രമിച്ചു. ഇതെല്ലാം കൂടെ കയറി വന്നപ്പോൾ കർണന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കർണൻ്റെ രഥം തവിടുപൊടിയായി. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കർണൻ തൻ്റെ വാളും പരിചയമെടുത്ത് ഗത്യന്തരമില്ലാതെ വികർണൻ്റെ തേരിൽ കയറി അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ കർണനെ ഓടിച്ചു അവിടെ നിന്ന്. കർണനെ ഓടിച്ചതിന് ശേഷം ദുര്യോധനന് നേരെയായ ആക്രമണം. ദുര്യോധനൻ അപ്പോഴും പുറകോട്ട് പോയില്ല. ഇവിടെയൊക്കെയാണ് ദുര്യോധനൻ എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പുള്ളിക്കാരൻ ഭയക്കുന്നില്ല. ഗന്ധർവന്മാരുമായിട്ടാണ് പോരാടുന്നത്. ശക്തരായിട്ടുള്ള യോദ്ധാക്കളെ എല്ലാം ഓടിച്ചേക്കുകയാണ്. അപ്പോൾ താൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെ നല്ല പോലെ ശരവർഷം എയ്തു ദുര്യോധനൻ. ഗന്ധർവന്മാർ കുറേ എണ്ണത്തിന് ശരവർഷം എയ്ത് ഇദ്ദേഹം വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ എന്തോ ചെയ്തു, ദുര്യോധനൻ്റെ തേരിന് നേരെയായി ആക്രമണം. ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവ രാജാവ് ഓടിച്ചെന്ന് ദുര്യോധനനെ ജീവനോടെ പിടിച്ചു കെട്ടി. കയ്യും കാലും പിടിച്ചു കെട്ടിയ ദുര്യോധനനെ വലിച്ചു കെട്ടി ചിത്രസേനൻ കൊണ്ടുപോയി. ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ദുശാസനനെയും പിടിച്ചു കെട്ടി മറ്റുള്ള കൗരവ സഹോദരന്മാരെയും കൗരവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന രാജപത്നിമാരെയും എല്ലാവരെയും പിടിച്ചു കെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകാനൊരുങ്ങി. ഇത് കണ്ട് പേടിച്ചിട്ട് നേരത്തെ തോറ്റോടിയ കുറച്ച് സൈനികരുണ്ടല്ലോ, പേടിച്ചോടിയ കുറച്ച് കൗരവ സൈനികരുണ്ടല്ലോ, അവരുടെ സാമാനങ്ങളെല്ലാം വാരിക്കെട്ടി നേരെ അവിടെ താമസിച്ചിരുന്ന പാണ്ഡവന്മാരുടെ അടുത്ത് ഓടി ചെല്ലുകയാണ്. പാണ്ഡവന്മാരുടെ അടുത്ത് ഓടി ചെന്നപ്പോഴത്തേക്കും അവിടെ യുധിഷ്ഠിരൻ യാഗം ചെയ്യുകയാണ്. ചെന്നിട്ട് ധർമ്മപുത്രരെ നമ്മളെ രക്ഷിച്ചാലും അങ്ങയുടെ സഹോദരങ്ങളായിട്ടുള്ള ദുര്യോധനനെയും ദുശാസനനെയും എല്ലാവരെയും കൂടെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിക്കൊണ്ട് പോവുകയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിച്ചാലും ഇത് കുരുവംശത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. രാജാവിനെയാണ് പിടിച്ചു കെട്ടിക്കൊണ്ട് പോയത്. അങ്ങ് ധർമ്മരാജാവല്ലേ, ധർമ്മപുത്രനല്ലേ, അങ്ങ് നമ്മളെ സഹായിച്ചാലും എന്നും പറഞ്ഞ് ഇവർ കേണപേക്ഷിക്കുന്നു. ഇത് കേട്ടിട്ട് അവിടെ നിന്ന് വളരെ ശക്തവും
നല്ല എന്താ പറയുക ബലിഷ്ഠമായിട്ടുള്ളൊരു ശബ്ദത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരാൾ ചെയ്ത്, എന്തായാലും നമ്മൾ ഈ വനവാസം കഴിഞ്ഞിട്ട് പോയി ചെയ്യാനുള്ള കാര്യമാണോ ഗന്ധർവന്മാർ ചെയ്തത്? വളരെ നല്ല കാര്യം. ആരാണ്? ഭീമസേനൻ. ഭീമസേനൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണോ ഇല്ലേ വന്ന് കിടന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ട്? ഈ ഒരു വനവാസവും അജ്ഞാതവാസവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഗന്ധർവന്മാർ ചെയ്തത്. എന്തായാലും ഇതിലൊരു സന്തോഷമുണ്ട്. നമുക്ക് നേരിട്ട അനീതിക്ക് ആരെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടല്ലോ ഈ ലോകത്തിൽ എന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ നല്ല പക്വതയുള്ള തൻ്റെ ശബ്ദത്തിൽ പറയുകയാണ്, മോനെ ഭീമ, നീ എന്തുവായി പറയുന്നേ? നീ ഒരു തികഞ്ഞ യോദ്ധാവും അതുപോലെ തന്നെ ഒരു രാജകുമാരനും ഒക്കെ അല്ലേ? നിനക്ക് ശോഭനീയമായിട്ടുള്ള കാര്യമാണോ ഇത്? എന്താ, ശത്രുവാണെങ്കിൽ പോലും ശരണാഗതി സ്വീകരിച്ചു വന്നാൽ അവനെ സഹായിക്കുക എന്നുള്ളത് രാജധർമ്മം. ഇവിടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ കുലവും കൂടെയാണ്. പിന്നെ മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്കുക, നിൻ്റെ ബദ്ധവൈരിയാണ് ദുര്യോധനൻ. ആ ദുര്യോധനൻ നിൻ്റെ ബാഹുബലവും കാത്തു നിൽക്കുകയാണ് രക്ഷപ്പെടാനായിട്ട്. ഇതിൽ പരം വലിയൊരു വിജയവും സന്തോഷവും നിനക്ക് ലഭിക്കാനുണ്ടോ? അങ്ങനെ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ധർമ്മജ്ഞാനം നൽകുകയാണ്. അവർ ചെയ്യേണ്ട ദൗത്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഒരാൾ ചേട്ടൻ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ചാടി എണീച്ച്. ആരാണ്? അർജുനൻ. അപ്പോൾ അർജുനൻ ചാടി എണീച്ചിട്ട് പറയാണ്, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് ശരിയാണ്, ഞാനതിനെ ശിരസാ വഹിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്, കാരണം അത് നമ്മുടെ ധർമ്മമാണ്. ഇന്ന് നമ്മൾ മാന്യമായ ഗന്ധർവന്മാരുമായിട്ട് പറഞ്ഞു നോക്കും, അവർ കേട്ടില്ല എങ്കിൽ ഇന്ന് ഗന്ധർവന്മാരുടെ രുചി എന്തെന്ന് ഭൂമി അറിയും എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ ഗാന്ധീപവും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഭയന്നിരുന്ന കൗരവ സൈന്യത്തിൻ്റെ ആത്മവീര്യമൊക്കെ അങ്ങ് തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ യുധിഷ്ഠിരൻ വീണ്ടും തുടർന്ന് പറയുകയാണ്, ഭീമസേന, നീ അർജുനനെയും നകുല സഹദേവന്മാരെയും കൂട്ടിച്ചെന്ന് ദേവന്മാരുമായിട്ട് പോരാടുക. ആദ്യം മൃദുവായിട്ടുള്ള രീതിക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ രീതിക്കൊന്ന് പോരാടുക. എന്നിട്ടും അവർ വഴങ്ങുന്നില്ല എങ്കിൽ കുറച്ച് തീവ്രമായിട്ട് പോരാടിക്കോ. എന്നിട്ടും വഴങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ സകല ഉപായങ്ങളും ഉപയോഗിച്ചോ. എന്നിട്ടും വഴങ്ങുന്നില്ല എങ്കിൽ എടുത്തിട്ട് അടിച്ച് നൂത്തോ. നമ്മുടെ സഹോദരങ്ങളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞു. ഭീമൻ കേൾക്കേണ്ട താമസം ഓക്കെ റെഡി. അങ്ങനെ ഇവർ ചെന്ന് വളരെ വിചിത്രവും ശക്തവുമായിട്ടുള്ള അവരുടെ പൊൻചട്ടകൾ എടുത്തണിഞ്ഞു. അവരുടെ കിരീടവും കാര്യങ്ങളും എല്ലാം എടുത്തണിഞ്ഞു. അവരുടെ ആയുധങ്ങളെടുത്തു. എന്നിട്ട് കൗരവ സൈന്യത്തിലുണ്ടായിരുന്ന ലക്ഷണമൊത്ത കുതിരകളെ പൂട്ടിയ തേരിൽ കയറി, സർവ്വ ശസ്ത്രങ്ങളും സജ്ജമായിട്ടുള്ള തേരിൽ കയറി ഇവരങ്ങോട്ടേക്ക് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി. അർജുനൻ തൻ്റെ ഗാന്ധീപം എടുത്ത് കുലച്ചിങ്ങനൊരു ശബ്ദം ഉണ്ടാക്കി. അത് കേട്ട ഉടനെ കൗരവ സൈന്യം അങ്ങോട്ട് ഹർഷാരവങ്ങൾ മുഴക്കുകയാണ്. ഈ സമയത്ത് കൗരവന്മാരെയും 100 കൗരവന്മാരെയും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എന്താ പറയുക രാജപത്നിമാരെയും മറ്റാളുകളെയും എല്ലാം കെട്ടിപ്പൂട്ടിക്കൊണ്ട് പോകാൻ നിന്ന ഗന്ധർവന്മാർ തിരിഞ്ഞു നോക്കിയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കാണുന്ന കാഴ്ച 4 ലക്ഷണമൊത്ത യോദ്ധാക്കൾ രഥത്തിൽ വരുന്നു. ഒരാൾ മഹാകായൻ, ദൂരേന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അയാളുടെ കയ്യിൽ ഭീമാകാരമായിട്ടുള്ളൊരു ഗദയൊക്കെ ഉണ്ട്. മറ്റൊരാളാകട്ടെ പ്രശസ്തമായിട്ടുള്ള പന പോലത്തെ ഗാന്ധീപം പിടിച്ചേക്കുന്നു. അത് അർജുനൻ തന്നെ. അപ്പം മറ്റ് 2 നകുല സഹദേവന്മാർ കൂടെ കൗരവന്മാരുടെ സൈന്യമൊക്കെ വരെയാണ്. അപ്പം ഇത് കണ്ടിട്ട് എന്താ പറയുക ഗന്ധർവന്മാർക്ക് മനസ്സിലായി, ഓഹോ ഇവർ നല്ല കോലത്തിനല്ല വരുന്നത്, അങ്ങോട്ട് നിന്ന് അവരുമായിട്ട് പോരാടേണ്ടി വരുമെന്നും പറഞ്ഞ് ഗന്ധർവന്മാർ രാജാവിൻ്റെ അടുത്ത് പോലും ചോദിക്കാതെ അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് ചെന്നു. അർജുനൻ മാന്യമായിട്ട് ആദ്യം പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളെ വിട്ടയക്കുക. നിങ്ങൾ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ശോഭനീയമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ വിട്ടയക്കുക. ഇല്ലെങ്കിൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും കയ്യൂക്കെന്തെന്നറിയാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവരങ്ങോട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദേവരാജാവായ ഇന്ദ്രൻ്റെ ശാസന മാത്രമേ ഉള്ളൂ, അദ്ദേഹമല്ലാതെ മറ്റൊരു ശാസ്താവ് നമുക്കില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നമുക്ക് എന്താ പറയുക യുദ്ധമെങ്കിൽ യുദ്ധം, പോരാടി തന്നെ തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം മൃദുവായിട്ട് പോരാടി, അവരൊതുങ്ങുന്നില്ല. കുറച്ച് പവർഫുള്ളായിട്ട് പോരാടി, അവർ ഒതുങ്ങുന്നില്ല. പിന്നെ അങ്ങോട്ട് ഭീമനും അർജുനനും കൂടെ ഒന്ന് തുടങ്ങി. 4 വഴി കൂടെ 4 പേരും കൂടെ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നിന്ന് ആയിരക്കണക്കിന് ഗന്ധർവന്മാരെ അരിഞ്ഞു തള്ളി. ഭീമൻ ഗതയൊന്നും എടുത്തില്ല കേട്ടോ. എന്താ പറയുക പുള്ളിക്കാരൻ്റെ ആ ഒരു എന്താ പറയുക കടന്നുള്ള പരാക്രമങ്ങളൊന്നും ചെയ്തില്ല. വില്ലുകൊണ്ടുള്ള പ്രയോഗമായിരുന്നു ഭീമൻ കൂടുതലും ചെയ്തത്. ഭീമനും അർജുനനും നകുല സഹദേവന്മാരും 4 ദിക്കുകളിലോട്ടും നോക്കി വരുന്ന ഗന്ധർവന്മാരെ അത്രയും അരിഞ്ഞു തള്ളുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജുനൻ നേരത്തെ ഉണ്ടായിരുന്ന അർജുനനൊന്നുമല്ല. പുള്ളിക്കാരൻ സ്വർഗ്ഗലോകത്ത് പോയി സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് അത്ര ദേവന്മാരുടെ കയ്യിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ നേടി വന്നേക്കുന്ന ആളാണ്.
സാധാരണ യുദ്ധത്തിൽ സാധാരണ ആളുകൾ സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അർജുനൻ ഇവിടെ ദിവ്യാസ്ത്രങ്ങൾ അങ്ങോട്ട് ദേവന്മാർക്ക് നേരെ, ഈ ഒരു ഗന്ധർവന്മാർക്ക് നേരെ പ്രയോഗിച്ചു തുടങ്ങി. ഗന്ധർവന്മാർ അന്തം വിട്ടുപോയി. കാരണം ഇതെന്തുവാടേ, സാധാരണ വില്ലെടുത്ത് തൊടുക്കുന്ന ആൾക്ക് സ്പീഡിനാണല്ലോ ദിവ്യാസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്, ഒരു മര്യാദയില്ലേ എന്നുള്ള രീതിക്ക് അർജുനനെ നോക്കിക്കാണുന്നു. ഭീമൻ കണ്ണി കാണുന്ന ആളുകളെ അത്രയും ശരവർഷം ഇതങ്ങോട്ട് തീർക്കുകയാണ്. നകുല സഹദേവന്മാർ ഒട്ടും പുറക്കോട്ടല്ല. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ വളരെ കോർഡിനേറ്റഡായിട്ട്, നേരത്തെ എന്താണ് ചെയ്തത്, കർണനുണ്ട്, കർണൻ മുന്നേ ഒന്ന് പോരാടട്ടെ, നമുക്ക് സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാം എന്നും പറഞ്ഞാൽ, ഇവിടെ അങ്ങനെയല്ല. 4 പേരും 4 ദിക്കിലേക്ക് കോർഡിനേറ്റ് ചെയ്താണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരങ്ങൾക്കിടയിലുള്ള ആ ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് അവർ കോർഡിനേറ്റ് ചെയ്താണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ഗന്ധർവന്മാർ തീർന്നു വീഴുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത് ഈ പടുതിക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും പോകണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം എന്താണ്, അർജുനൻ ആഗ്നേയാസ്ത്രം എടുത്ത് പ്രയോഗിച്ചിട്ട് കുറേ ഗന്ധർവന്മാരെ അങ്ങ് കരിച്ചു കളഞ്ഞു. പിന്നെ അത് മാത്രമല്ല, കേട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ ദിവ്യാസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിച്ചു തുടങ്ങി അർജുനൻ. സ്ഥൂണാകരണം, ഇന്ദ്രജാലം, സൗരം, ആഗ്നേയം, അങ്ങനെ പല പല ദിവ്യാസ്ത്രങ്ങൾ അർജുനൻ 4 പാടേക്ക് വഹിക്കുകയാണ്. ഈ ദിവ്യാസ്ത്ര പ്രയോഗത്തിൽ ഗന്ധർവന്മാർ പോലും അന്തം വിട്ടു പോവുകയാണ്. ഇവിടെ ഭീമൻ ദിവ്യാസ്ത്രത്തിനൊന്നും നിന്നില്ല. ശരവർഷം ഇത് മുമ്പ് കാണുന്ന അത്ര എണ്ണത്തിനെ, നേരിട്ട് വരുന്ന അത്ര എണ്ണത്തിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നകുല സഹദേവന്മാരും എതിരെ വരുന്ന ആളുകളെ എന്താ പറയുക, വിട്ടുകൊടുക്കാതെ പോരായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, പുരുഷ വ്യാഘ്രന്മാരായിട്ടുള്ള ഈ 4 പേരുടെ മുന്നിൽ ഗന്ധർവന്മാരിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇവർ നിന്നപ്പോഴത്തേക്കും ചിത്രസേനൻ പറഞ്ഞാൽ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഞാനായിട്ട് തന്നെ ഇറങ്ങാം എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ പോരാട്ടങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തെന്നറിയോ, കുറച്ച് ഗന്ധർവന്മാർ ഈ കെട്ടി വെച്ചേക്കുന്ന കൗരവന്മാരെയും മറ്റ് അനുയായികളെയും എന്താ പറയുക, രാജപത്നിമാരെ എല്ലാത്തിനെയും കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ അർജുനൻ എന്ത് ചെയ്തെന്നറിയോ, അസ്ത്രങ്ങൾ കൊണ്ട് അവിടെ കൂടുകൾ തീർത്ത് അവരെ കൂട്ടിലാക്കിയ പക്ഷികളെ പോലെ അവിടെ ട്രാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അർജുനൻ്റെ ഈ ഒരു പ്രയോഗവും ഭീമൻ്റെ ഈ ഒരു പ്രയോഗവും നകുല സഹദേവന്മാരുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ചിത്രസേനൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ഇതിപ്പോൾ ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണെന്നും പറഞ്ഞ് ചിത്രസേനൻ മായാപ്രയോഗങ്ങൾ തുടങ്ങി. തൻ്റെ ശക്തവും വലിപ്പവും കൂടിയതായിട്ടുള്ള ആ ഗദയുമായിട്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് ഈ ഗദയും ചുഴറ്റി അർജുനന് നേരെ വന്നപ്പോഴത്തേക്കും അർജുനൻ ശക്തമായിട്ടുള്ള തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ആ ഗദയ്ക്ക് നേരെ ആ ഗദ 7 കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് പിന്നെ മായാപ്രയോഗങ്ങൾ തുടങ്ങി. ചിത്രസേനൻ എന്തൊക്കെ പ്രയോഗിക്കുമോ അതിനെയൊക്കെ എതിർക്കുന്ന രീതിയിലുള്ള പ്രയോഗമായി അർജുനൻ്റെ വക. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അർജുനൻ യുദ്ധത്തിൽ ഹരം കയറി തന്നെ സഹിതം തട്ടിക്കളയുമോ എന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കും ചിത്രസേനൻ അപ്പോഴാണ് ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു വീര്യത്തിൽ നിന്ന് മനസ്സ് മാറിയിട്ട് പ്രോപ്പറായിട്ട് ചിന്തിച്ചത്, ഇതെൻ്റെ കൂട്ടുകാരനല്ലേ, അല്ല ഇപ്പം വെറും യോദ്ധാവല്ലല്ലോ, എൻ്റെ കൂട്ടുകാരനല്ലേ. അപ്പോൾ ഉടനെ, നൻപാ, സുഹൃത്തെ, അർജുന, ഞാനാണ് ചിത്രസേനൻ. അപ്പോൾ ഇത് കണ്ടുടനെ അപ്പോഴാണ് അർജുനൻ്റെ ശ്രദ്ധയിലും ഇവിടെ, ഈ ചിത്രസേനൻ ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരനുമാണല്ലോ എന്നും പറഞ്ഞ് അമ്പങ്ങ് താഴ്ത്തി അർജുനൻ താഴ്ത്തിയിട്ട്. അപ്പോൾ അർജുനൻ ഈ അമ്പ് താഴ്ത്തുന്ന കണ്ടപ്പോഴത്തേക്കും മറ്റുള്ളവർ, ഈ ഒരു രാജാവ് യുദ്ധം നിർത്തിയപ്പോൾ മറ്റ് ഗന്ധർവന്മാർ യുദ്ധം നിർത്തി. ഭീമനും പറഞ്ഞാൽ നിർത്തിക്കോ അർജുനൻ അമ്പ് താത്തി എന്ന് ഭീമനും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കുശലം പറച്ചിലായി. അവസാനം എന്താ പറയുക, ഭീമനും അർജുനനും നകുലനും സഹദേവനും ചിത്രസേനനും കൂടെ അവരവരുടെ പേരിലിരുന്നിട്ട് കുശലം പറച്ചിലും ചിരിയുമൊക്കെ തുടങ്ങി. ലവടൻ 100 എണ്ണത്തിനെയും മറ്റാളുകളെയും കെട്ടിയിട്ടേക്കാണ്. അവരവിടെ നിന്നല്ലേ ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കണേ എന്നുള്ള രീതിക്ക് അവിടെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരവിടെ നിന്ന് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുശലം പറച്ചിൽ ആയിട്ട് അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ആജ്ഞയാണ്, അത് എനിക്ക് പാലിച്ചേ പറ്റുള്ളൂ. ഇവരെന്ന് പറയുമ്പോൾ എൻ്റെ കുലത്തിലുള്ള ആളുകളാണ്, അപ്പോൾ എനിക്കിവരെ രക്ഷിച്ചാലേ പറ്റുള്ളൂ, ഇവരെ നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റത്തില്ല. ഭീമൻ മിക്കവാറും മനസ്സ് ചിന്തിച്ചിട്ടുണ്ടാവും, അതെ വിട്ടുപോയി എങ്ങനെ ഞാൻ ഈ 100 എണ്ണത്തിനെ തീർക്കും എന്ന് ഭീമൻ മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അവരൊന്ന് വിട്ട് തരണം. അപ്പോൾ ഉടനെ ഗന്ധർവൻ പറഞ്ഞു, സുഹൃത്തെ അർജുന, നമ്മളിവിടെ വന്നത് വെറും യാദൃച്ഛികമായിട്ടൊന്നും അല്ല, നിൻ്റെ പിതൃസ്ഥാനത്തുള്ള ദേവേന്ദ്രൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാനിവിടെ വന്നത്. നിനക്കറിയായിരിക്കും എന്തിനായിരിക്കും ഇവന്മാരിവിടെ വന്നത്. ഇവന്മാർ ഈ പശുവിനെ എണ്ണാനോ ആ നായാട്ട് കിടത്താനോ ഒന്നുമല്ല വന്നത്. ഇവന്മാരിവിടെ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇവരൊക്കെ ആദ്യം ചൂത് കളിച്ച് നിങ്ങളെ ഈ ഒരു പരുവത്തിലാക്കി, എന്നിട്ട് ഇവിടെ കിടന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാനായിട്ടാണ് ഇവരെല്ലാവരും കൂടെ വന്നത്. അപ്പോൾ ദുരാത്മാവായിട്ടുള്ള ദുര്യോധനനെയും പാപാത്മാവായിട്ടുള്ള കർണനെയും എതിർക്കാനായിട്ട് നമുക്ക് വന്നേ പറ്റുള്ളൂ. കാരണം ആ ആജ്ഞ നമുക്ക് തന്നത് നിൻ്റെ പിതാവായ ഇന്ദ്രൻ തന്നെയാണ്, ദേവേന്ദ്രൻ തന്നെയാണ്.
ദേവേന്ദ്രനാണ് പറഞ്ഞത് ഇവരെ കെട്ടിപ്പൂട്ടിക്കൊണ്ട് വരാനായിട്ട്. കാരണം ഇവർ ചെയ്ത അത്രയും നല്ല പ്രവൃത്തിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അർജുനൻ പറയാണ്, അല്ല നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കതിനെ നിങ്ങളെ പോകാൻ അനുവദിക്കാൻ പറ്റത്തില്ല, പോരാ, എനിക്കിതപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ നമുക്കിത് ഡീൽ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ ചിത്രസേനനും ഈ രാജാക്കന്മാർ ഈ യുദ്ധം ഒഴിവാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ യുദ്ധം ഒഴിവാക്കും കേട്ടോ. ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട സമയങ്ങളിൽ അവരങ്ങനെ ചെയ്യും. അപ്പോൾ ചിത്രസേനൻ ഗന്ധർവന്മാരുടെ രാജാവാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, ഈ കെട്ടിയിട്ടേക്കുന്നവന്മാരെ അത്രയും കൊണ്ട് നിൻ്റെ ചേട്ടനായിട്ടുള്ള ധർമ്മപുത്രൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം. പുള്ളിക്കാരൻ ധർമാത്മാവാണല്ലോ, കാര്യങ്ങൾ നല്ലപോലെ അറിയാവുന്ന ആളല്ലേ, അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്തു പറയുന്നു? ഭീമനും അർജുനനും ഒക്കെ പറഞ്ഞു, ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ഗന്ധർവന്മാർ ഈ 100 എണ്ണത്തിനെയും കൊണ്ട്, അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളെയും പത്നിമാരെയും കൊണ്ട് യുധിഷ്ഠിരൻ്റെ മുന്നിൽ വന്നു. യുധിഷ്ഠിരൻ വളരെ സന്തോഷത്തോടുകൂടി തൊഴുതെണീച്ച് വന്നിട്ട് ഇങ്ങനെ, എന്തായാലും വന്നല്ലോ, വളരെ സന്തോഷം. എന്നിട്ട് കാര്യങ്ങൾ അത്രയും പറഞ്ഞപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, ഗന്ധർവരാജാവേ, ദയവ് ചെയ്ത് എൻ്റെ കുലത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ അനിയന്മാരുമായിട്ടുള്ള കൗരവരെയും അവരുടെ കൂടെയുള്ള ആളുകളെയും മോചിപ്പിച്ചാലും എൻ്റെ അപേക്ഷയാണത്, എൻ്റെ ആഗ്രഹവുമാണത്. അങ്ങയുടെ ആഗ്രഹം അത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഗന്ധർവന്മാർ പറഞ്ഞു. ഈ ഗന്ധർവന്മാർ ആ 100 കൗരവരെയും അതുപോലെ തന്നെ അവരുടെ പരിവാരങ്ങളെയും അതുപോലെ രാജപത്നിമാരെയും എല്ലാം മോചിപ്പിച്ചിട്ട് ശരി നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് കയ്യും കൊടുത്ത് പിരിയുകയാണ്. എന്താ പറയുക, അർജുനനും ചിത്രസേനനും ഒക്കെ ഓക്കെ ശരി എന്നും പറഞ്ഞ് കയ്യും കൊടുത്ത് പിരിയുന്നു. ഗന്ധർവന്മാർ പോണ വഴിക്ക് അമൃത് തെളിച്ച് മരിച്ചു വീണ മറ്റ് ഗന്ധർവന്മാരെ പുനർജനിപ്പിച്ചുകൊണ്ട് അവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ഈ സമയത്ത് യുധിഷ്ഠിരൻ ദുര്യോധനനെ അടുത്ത് വിളിച്ച് ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ദുര്യോധനനെ മറ്റുള്ളവരെ അടുത്ത് വിളിച്ചു. അപ്പോൾ അടുത്ത് വിളിച്ചപ്പോൾ അവർ അടുത്ത് വന്നിട്ട് യുധിഷ്ഠിരൻ ദുര്യോധനനോട് പറഞ്ഞു, മോനെ, ഈ ചെയ്തത് ശരിയല്ല എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ ദുര്യോധനനെ നല്ലതുപോലെ ഉപദേശിച്ചു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിനക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, നീ ഒരു രാജാവാണ്, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ഇനി ചെയ്യരുത്, അനാവശ്യ സ്ഥലങ്ങളിൽ ശക്തി പ്രദർശനമൊന്നും നടത്താൻ നിൽക്കരുത്, നീ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഭീമൻ മിക്കവരും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അതെ പോയി ഹാപ്പി ആയിട്ട് നില്ല്, എന്നാൽ മാത്രമേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് നിന്നെയൊക്കെ തീർക്കാൻ പറ്റുള്ളൂ എന്ന് ഭീമൻ ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ യുധിഷ്ഠിരൻ വളരെ സ്നേഹത്തോടെ മോനേനൊക്കെ വിളിച്ച് സംസാരിച്ചു വിട്ടു. ദുര്യോധനൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. കാരണം എന്തെന്നറിയോ, ഈ സമയത്ത് ഈ ഒരു അവസ്ഥയിൽ ഒരുമാതിരി അസുഖം വന്ന് തളർന്നതുപോലെ ദുര്യോധനൻ ഇങ്ങനെ കൈയെടുത്ത് തൊഴുതു യുധിഷ്ഠിരനെ ആ ഒരു മര്യാദയുടെ പുറത്ത്. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യവും നാണക്കേടും പകയും ഒക്കെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുര്യോധനൻ തിരിച്ചുപോയി. അപ്പോൾ ഗന്ധർവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ ഇതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഈ മാസം 16 വരെയാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ATC പ്രകാരവും 1010D പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്സുകളും അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ